തല്ലിക്കൊല്ലും അച്ഛ. അയാളുടെ അമ്മയും ഭയങ്കര ക്രൂവല. അച്ഛ പ്ലീസ് അച്ഛ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ അച്ഛ. ആ പോത്തെ കുട്ടിക്കളി മാറിയിട്ടില്ല. ഇവിടത്തെ സുഖം സ്വാതന്ത്ര്യമൊക്കെ അന്യ വീട്ടിൽ പോയാൽ കിട്ടുമോ? ഒന്ന് പോയി അന്വേഷിക്കായിരുന്നു. ഈ തല്ലലും കൊല്ലലൊക്കെ ഇത്ര പുതുമയുള്ള കാര്യമാണോ? നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയണത്? അതല്ലടി പോത്തെ, നീ ഇവിടെ ഇരുന്നേ. ഇരിക്കി. തല്ലും കൊല്ലുന്നൊക്കെ വഴക്കൂടുമ്പോ പറയുന്നത് ഇതാദ്യാ? ഞാൻ തന്നെ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കണേ. നീയോ അതിന്റെ ഇരട്ടിങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് കൊന്ന ചത്ത. ഒന്ന് പോയി നോക്കിയാലെന്താ? നിനക്ക് വല്ല സൂക്കേടുണ്ട? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പോയി പിടിച്ചുകൊണ്ടുവന്നാ അതൊരു എളുതരാവില്ലേ? ഈ അമ്മായിമീ നാത്തൂനും മറ്റുള്ളവരൊക്കെ ആയിട്ട് അവളെ ഇടപഴകി ശരിയാവണ്ടേ? നമ്മളെ കാണാണ്ട് ഇരിക്കാൻ പറ്റാണ്ടേ അവളെ ഓരോ കാരണം ഉണ്ടാക്കണതാ. നീ എങ്ങനെയായിരുന്നു? ഇവിടെ എൻ്റെ അമ്മ നിന്നെ മുള്ളുമ്പോ നിർത്തുമ്പോ ഞാൻ ആരുടെ കൂടെ ആയിരുന്നു? അമ്മേരെ കൂടെ. പിന്നെ നീയായില്ലേ ഇവിടുത്തെ റാണി. റാണി സഹിക്കാൻ പറ്റണ്ടായപ്പോ വാളും പരിചെടുത്തതാ, അല്ലാണ്ട് ആരും വാഴിച്ചൊന്നുമല്ല. തള്ളേ ആലോചിച്ച് നോക്കിയതാ. അച്ഛ അയാള് പിന്നെയും തല്ലി അച്ഛ. നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ അച്ഛ. എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തോണ്ടാ. എൻ്റെ പൊന്നച്ഛനല്ലേ, പ്ലീസ്. എന്താ അച്ഛ? ഞാൻ വീട്ടിലേക്ക് വരട്ടെ. അയാൾ എന്നെ തല്ലി കൊല്ലും അച്ഛ. മോളെ, ഈ പരിചയമില്ലാത്ത ഭാഷ എഴുതാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ജീവിതം. കുറേയൊക്കെ പഠിക്കാനുണ്ട്. പഠിച്ചാൽ സിമ്പിളായി. അതിനുള്ള ക്ഷമ കാണിക്കണം. ഈ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ മോളെ ഈ പോലീസ് കോടതി എന്നൊക്കെ പറഞ്ഞു നടന്ന നിങ്ങളുടെ പ്രശ്നേ ഇവിടം കൊണ്ട് തീരണം. പിന്നെ മാഷിനോടുള്ള അടുപ്പം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുത്തിയത്, സ്റ്റേഷനിലേക്ക് വരുത്താത്തത്. ഈ അടിമുഴക്കൊക്കെ അതിൻ്റെ സെൻസിലെടുക്കണം. ജസ്റ്റ് മിനിറ്റ്. ഹലോ, അതെ അജിത്തിനോട് പറയേ രാജേന്ദ്രൻ സൈ കൊണ്ടുപോകാൻ പറയട്ടാ. ഞാൻ കുറച്ച് തിരക്കില്ല. ഈ വീട്ടിൽ കിട്ടുന്ന സ്നേഹേ അത് മറ്റൊരു സ്ഥലത്ത് പോയാൽ കിട്ടിയെന്ന് വരില്ല. തിരിച്ച് വീട്ടിൽ വന്ന് നിന്ന ഇവരുടെ നാണക്കേടൊന്ന് ഓർത്ത് നോക്കി. മോളുടെ ലൈഫ് സെറ്റാക്കാൻ വേണ്ടി വലിയ ഹോപ്പോട് കൂടിയാണ് അച്ഛനും അമ്മയും ഒരാളെ ഏൽപ്പിക്കുന്നത്. അപ്പോഴവർ കണ്ടെത്തുന്നൊരു റിലാക്സേഷൻ ഉണ്ട്. ഐ മീൻ അവർ കണ്ടെത്തുന്നൊരു സന്തോഷം, ഒരു ആശ്വാസം. തിരിച്ചു വരുമ്പോൾ അത് കട്ടാവും. ഉപേക്ഷിച്ച് പോരാൻ വേണ്ടി മാത്രം ഇവൻ അത്രയ്ക്ക് ഭീകരനാണോ? ആണോടോ? അടിക്കോ? ഇല്ല സർ. ഇത്ര നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയിട്ട് അതെ, ഇനി പോലീസ് കോടതി എന്നൊന്നും നീ ചിന്തിച്ചു പോരുത്. ഓക്കെ മാഷേ, ഓക്കെ കേട്ടോ. പോലീസിൽ പരാതി കൊടുത്തൊന്നും പ്രശ്നമാക്കണ്ട. അവൾക്ക് കുട്ടിക്കളി മാറാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. നീ വിഷമിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കണ്ട. വാ
നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പേടിച്ചു. അച്ഛന് നല്ല പിടിപാടാണല്ലേ. അല്ല, SI നല്ല മനുഷ്യനല്ലേ. നീ സ്റ്റേഷനിൽ പോയപ്പോ അമ്മയൊക്കെ പേടിച്ചു. അമ്മേനെ നല്ല ഭീഷണിപ്പെടുത്തിയില്ലേ? ഇല്ല ജിത്തേട്ടാ, ഞാൻ അമ്മോടൊന്നും പറഞ്ഞിട്ടില്ല. ഈ പ്രശ്നം തീരാൻ വേണ്ടി പോയതാ. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നാടി? എന്ത് പ്രശ്നാടി? എന്താണ് ഇതിന്റെ പ്രശ്നം? അവനങ്ങനെ കാര്യമായിട്ട് തല്ലിയിട്ടൊന്നുമില്ല. അവൾക്ക് എന്നെ കണ്ടുകൂടാ. അതിപ്പോ പെറ്റതള്ളയ്ക്ക് കൊടുക്കുന്ന സ്നേഹം അമ്മായിമ്മയ്ക്ക് കിട്ടില്ലല്ലോ. എനിക്കുണ്ടൊരു മോള്. അവളെ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ ഇവളെയും കാണണത്. കാര്യപ്രാപ്തിയാവാത്തതിൻ്റെയാ. എന്നാലും അടിക്കണ്ടായിരുന്നു. അച്ഛാ, അമ്മ പാത്രം കഴുകാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് അവൾ എൻ്റെ അടുത്ത് വന്ന് കലിതുള്ളായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിന് പെട്ടെന്ന് പറ്റിപ്പോയത് അച്ഛാ. ഞാനൊന്ന് കണ്ടിട്ട് വരാം. മോളെ, അച്ഛാ, 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 ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ, അവരെന്നെ കൊല്ലച്ച. എന്നെ കൊണ്ടുപോവച്ച. കൊണ്ടുപോവാം. എന്നാ ഞാൻ ഡ്രസ് എടുക്കട്ടെ. ഇന്ന് അച്ഛനെ കൊല്ലാൻ കൊടുക്കാല്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒക്കെ മോളുടെ തോന്നല. അച്ഛനും അമ്മേനെയും കാണണം തോന്നുമ്പോ വിളിച്ചാ മതിയല്ലോ. എപ്പോ വിളിച്ചാലും അച്ഛൻ വരും. മോളല്ലേ.
മോൻ ചിലതൊക്കെ കണ്ടില്ല എന്ന് വെക്കണം. അച്ഛന്റെ മോള് പോവാട്ട. അമ്മോട് പറയുന്നുണ്ട. പോട്ടെ അച്ഛ. ആരാ ഒന്ന് നിർത്ത്. ചേട്ടാ ഞാനാ. മതിയടാ. ഗേറ്റ് അടച്ചിട്ടില്ല. പോരെ. ആ കാർഡ് എടുത്തില്ലടാ. ആ ആ ഇരിക്കേ. കാറൽ മാക്സ് അല്ലേ? ഇരിക്കണേ ചേട്ടാ, കുറെ സ്ഥലത്ത് പോവാനുള്ളതാ. പോയാ കാറ് തിരിച്ചിടറാ. AC ഇട്ട് വെച്ചോളൂ. ആ ശരി 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 ശരി. 17-ാം തീയതി മോളുടെ കല്യാണ. തലേദിവസം എത്തിക്കോളൂ കേട്ടാ. പോവാറില്ല എവിടേക്കും. മോൾക്ക് ജോലി വല്ലതും ഉണ്ടോ? അതിൻ്റെ വല്ല ആവശ്യമുണ്ട് എനിക്ക്. പിന്നെ അവളെ കൊടുക്കണത് നല്ല തറവാട്ടിലേക്ക്. ചെക്കൻ ഗസറ്റടാ. അവള് കൊണ്ടുവന്നിട്ട് വേണ്ട അവർക്ക് കഴിയാനായിട്ട്. സുരേഷേ, കുട്ടികൾക്ക് ജോലി വേണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോള് ചിലപ്പോൾ പിടിച്ചു നിന്നേനെ. പിന്നെ നീ കൊടുക്കുന്ന സ്ത്രീധനുണ്ടല്ലോ, അത് അവൾക്കല്ല, അത് അവർക്കാ. എത്രയാ കൊടുക്കണ്? 101 പവനും ഒരു കുഞ്ഞി കാറും മിനി കൂപ്പർ. അവളോടൊരു ജോലി സമ്പാദിക്കാൻ പറയണം. പിന്നെ എന്തൊക്കെ കൊടുത്താലും ഒരു കാര്യം കൊടുക്കാതിരിക്കരുത്. ഏത് സമയത്തും നിന്റെ അനുവാദമില്ലാതെ അവൾക്ക് കയറി വരാൻ ഒരു മുറി. എന്തായാലും കല്യാണത്തിന് വന്നോളൂ. ഞാൻ എന്തായാലും വണ്ടി ഏർപ്പാടാക്കാം. തിരക്കുള്ളതല്ലേ? ആ ആ വന്നോ മോളെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ മോള്. പ്രിയ കൂട്ടുകാരെ, സകലതും സഹിക്കുന്ന സ്നേഹക്കടലായിരുന്നു എൻ്റെ മകൾ. എൻ്റെ മനസ്സിൽ എൻ്റെ മോള് മരിച്ചിട്ടില്ല. അവളോടുള്ള സ്നേഹം സകലതും സഹിക്കാൻ എന്നെ പഠിപ്പിച്ചു. സ്നേഹത്തിൻ്റെ ഒരു തണൽ ഞാനിവിടെ ഒരുക്കുന്നു. 1000 പേരെ യുദ്ധത്തിൽ ജയിക്കുന്നതിലും മഹത്തരമാണ് സ്വയം ജയിക്കുന്നത്. സ്വന്തം ശക്തിയിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണ് ആത്മഹത്യകൾ പെരുകുന്നത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എൻ്റെ മകളുടെ ജന്മദിനമാണിന്ന്. അവളുടെ ഓർമ്മ ഒരിക്കലും മായാതെ നിലനിർത്തുന്നതിനായി ഞാനൊരു പുതിയ പദ്ധതി അവതരിപ്പിക്കുകയാണ്. അതാണ് വിഭാവരി പാർക്ക്. ഗാർഹിക പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യുവതികൾക്ക് മോചനം നൽകുക എന്ന ലക്ഷ്യത്തോടെ തൊഴിൽ സംരംഭകരാവാൻ ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങളായ സ്ഥലവും മൂലധനവും കിടപ്പാടവും ലഭ്യമാക്കിക്കൊണ്ട് എൻ്റെ ജീവിത സമ്പാദ്യമായ 2.5 ഏക്കർ സ്ഥലം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന സന്ദേശത്തിൻ്റെ ഭാഗമായി സ്വാഭാവിക വനമായി നിലനിർത്തി പോരുകയാണ്. ആ അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റം വരുത്താൻ അനുവദിക്കാതെ
പുതിയ പദ്ധതി ആരംഭിക്കുകയാണ്. സ്ഥലവും മൂലധനവും കിടപ്പാടവും നൽകി അവരെ സഹായിക്കുക എന്നതാണ് വിഭാവരി പാർക്കിൻ്റെ ലക്ഷ്യം. ഏത് സമയവും സഹായം ലഭ്യമാവുന്നതിന് ബന്ധപ്പെടാനുള്ള നമ്പർ ഇതിനോടൊപ്പം ചേർക്കുന്നു. ഒന്നുകൂടി പറയട്ടെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല.